ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 10ാം സീസണോടനുബന്ധിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിച്ച ഖാന സ്ട്രൈക്കറാണ് ക്വാമി പെപ്രെ. ഇസ്രയേലി ക്ലബിൽ നിന്നും 2025 വരെയുള്ള കരാറിലാണ് 22-കാരനായ താരം ബ്ലാസ്റ്റേഴ്സിലെത്തുന്നത്. ഈ പ്രായത്തിൽ തന്നെ 70ഓളം മത്സരങ്ങൾ കളിച്ച താരത്തിന്റെ ബ്ലാസ്റ്റേഴ്സിലേക്കുള്ള വരവ് ആരാധകർക്ക് വളരെ പ്രതീക്ഷ നൽകിയിരുന്നു. എന്നാൽ സീസൺ ആരംഭിച്ച് 6 മത്സരങ്ങൾ കഴിഞ്ഞിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു ഗോളോ അസിസ്റ്റോ സ്വന്തമാക്കാൻ പെപ്രയ്ക്ക് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ മത്സരങ്ങളുടെ അടിസ്ഥാനത്തിലും അത്ര തൃപ്തികരമല്ല പെപ്രയുടെ പ്രകടനം. ഒരു സ്ട്രൈക്കർ എന്ന നിലയിൽ എതിരാളികളെ നിരന്തരമായി പ്രസ് ചെയ്ത് ഗോൾ കണ്ടെത്തുക എന്നത് പ്രധാനമായ ഒരു കാര്യമാണ്. എതിരാളികളെ പ്രസ് ചെയ്യുന്നതിൽ പെപ്ര നന്നായി തന്നെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരു ഗോൾ നേടാൻ സാധിക്കുന്നില്ല. അതിന്റെ പ്രധാന കാരണം മറ്റു സഹതാരങ്ങളുമായി ഇതുവരെയും പെപ്രയ്ക്ക് ഒരു കോർഡിനേഷൻ വന്നിട്ടില്ല എന്നത് തന്നെയാണ്. പാസ് സ്വീകരിക്കുന്നതിലും കൊടുക്കുന്നതിലും വരുന്ന പിഴവുകളിൽ നിന്നും അത് വ്യക്തമാണ്. ഇതൊക്കെ നിലനിൽക്കുമ്പോഴും 90 മിനിറ്റും ഒരേ സ്റ്റാമിനയോടെ കളിക്കാൻ പറ്റുന്ന ഒരു താരമാണ് പെപ്രെ. അതുപോലെ വർക്ക് റേറ്റിന്റെ കാര്യത്തിലും പെപ്രെ മുന്നിൽ തന്നെയാണ്. ഇതുവരെ 15ഓളം ഷോട്ടുകൾ ഉതിർത്ത താരത്തിന് ഒരു ഗോൾ നേടാൻ മാത്രം സാധിച്ചിട്ടില്ല എന്നതാണ്. അതുപോലെ പല സന്ദർഭങ്ങളിലും ഡിഫൻസിൽ കാര്യമായ ഇടപെടലുകൾ നടത്താൻ പെപ്രയ്ക്ക് സാധിച്ചിട്ടുണ്ടെങ്കിലും ഒരു സ്ട്രൈക്കർ എന്ന റോളിലേക്ക് വരുമ്പോൾ തികച്ചും പരാജയം തന്നെയാകുകയാണ് പെപ്രെ. ഇതിനാൽ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരും ചിന്തിക്കുന്നത് പെപ്രയുടെ സൈൻ ഓൺ ഒരു പരാജയം അല്ലേ എന്ന്. അതുപോലെ തന്നെ ലോണിൽ ഗോകുലം കേരളയിലേക്ക് അയച്ച ജസ്റ്റിൻ ഇമ്മാനുവൽ അവിടെ മികച്ച പ്രകടനം കാഴ്ചവെക്കുമ്പോൾ താരത്തിനെ തിരികെ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിക്കണമെന്നും ആരാധകർ ആവശ്യപ്പെടുന്നുണ്ട്. കൂടുതൽ ISL അപ്ഡേറ്റുകൾക്കായി ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.